ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് കാഴ്ചപ്പാടും കർമ്മപദവും, പെർസ്പെക്റ്റീവ് ആൻഡ് കരിയർ. ചെറിയൊരു നരേറ്റീവ്, ചെറിയൊരു സാങ്കല്പിക സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആശയം വ്യക്തമാക്കാൻ ശ്രമിക്കാം. ഒരു സന്ദർശകൻ ഒരു നാട്ടിലെത്തി. അപ്പോൾ 3 പേര് അവിടെ ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യത്തെ ആളുടെ അടുത്ത് ചെന്ന് ഈ സന്ദർശകൻ ചോദിച്ചു, താങ്കൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അയാൾ പറഞ്ഞു, ഞാൻ കൽപ്പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഞാനൊരു കൽപ്പണിക്കാരനാണ്. രണ്ടാമത്തെ ആളുടെ അടുത്ത് ചെന്നു. അയാളോട് ചോദിച്ചു, താങ്കൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ വൈകുന്നേരത്തേക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനും അന്നത്തിനുള്ള ഒരു വകയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മാഷേ. അതാണ് രണ്ടാമത്തെ ആളുടെ മറുപടി. മൂന്നാമത്തെ ആളുടെ അടുത്ത് ചെന്നു. താങ്കൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സന്ദർശകൻ ചോദിച്ചു. ഞാൻ ഇവിടെ ഒരു പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ 3 പേരും ഒരേ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 3 ആളും അവരവർ ചെയ്യുന്ന ജോലിയെ വ്യത്യസ്ത തരത്തിലാണ് കണ്ടിരുന്നത്. അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. ഇതിൽ ആർക്കായിരിക്കും കരിയറിൽ ഉന്നമനം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആയിരിക്കാം. ഞാനിവിടെ കണക്കെഴുതുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെത്താൻ സങ്കല്പിക്കാം. അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കാൻ എന്തെങ്കിലും ഒരു ജോലി വേണ്ടേ, അതുകൊണ്ട് ഞാൻ ഈ ജോലി ചെയ്യുന്നു, അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഞാൻ ഒരു അക്കൗണ്ടൻ്റ് ആണ്, എൻ്റെ ഒരു കരിയറാണിത് എന്ന് വിത്ത് പ്രൈഡ് യു ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. അതുപോലെ തന്നെയാണ് ഒരു സെയിൽസ് പേഴ്സൺ ആയാലും. അവരവർ ചെയ്യുന്ന ജോലിയെ നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് നമ്മുടെ ഉന്നമനത്തിനെ അത് നിർണായക സ്വാധീനം വഹിക്കുന്നുണ്ട്. നമ്മൾ ഏത് ജോലിയായാലും അതിനെ ഒരു കരിയർ ആയി കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പടിപടിയായിട്ട് ഉന്നമനത്തിലെത്താൻ സാധിക്കും. അപ്പം നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യാതിരിക്കുക, കാഴ്ചപ്പാട് മാറ്റുക, തീർച്ചയായിട്ടും നമുക്ക് ഉന്നമനം ഉണ്ടാവും. ഇനി ഇത് ബിസിനസ്സിൻ്റെ കാര്യത്തിലും ശരിയാണ്. ഇപ്പോൾ ഒരാൾ ബിസിനസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇങ്ങനെ കാണാം, അതിനെ ഞാൻ കുറച്ച് സാധനമൊക്കെ എടുത്ത് വിൽക്കുന്നു മാർക്കറ്റിൽ, അങ്ങനെ ചിന്തിക്കാം. ചില ആൾക്കാർ അങ്ങനെയല്ല, ഞാൻ മാറുന്ന ട്രെൻഡിനനുസരിച്ചുള്ള വസ്ത്രങ്ങൾ വിപണിയിലെത്തിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വസ്ത്രസങ്കല്പങ്ങളെ മാറ്റിമറിക്കാൻ പാകത്തിലുള്ള വസ്ത്രങ്ങൾ ഞാൻ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു. ഇപ്പോൾ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാൾക്ക് അയാൾ ജസ്റ്റ് ഫുഡ് കുക്ക് ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്ത് കാശ് സമ്പാദിക്കുന്ന ഒരു പരിപാടിയായിട്ട് കണക്കാക്കാം. അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഫുഡ് ഹാബിറ്റ്സിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ശ്രമമായിട്ട് കാണാം. അങ്ങനെ നമ്മളുടെ ഒരു കാഴ്ചപ്പാടിനെ കുറച്ചും കൂടി ബ്രോഡാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഏത് കർമ്മപദത്തിലാണെങ്കിലും, അത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഒരു എംപ്ലോയ്മെൻറ്റ് ടേക്കപ്പ് ചെയ്യുകയാണെങ്കിലും, നമ്മളൊരു ബിസിനസ് ടേക്കപ്പ് ചെയ്യുകയാണെങ്കിലും, തീർച്ചയായിട്ടും നമുക്ക് ആ കാഴ്ചപ്പാടുകൾ മാറ്റിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഉന്നമനത്തിലെത്താൻ സാധിക്കും. എൻ്റെ മറ്റൊരു വീഡിയോ ആയി ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.